ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നെല്ലിക്ക വെച്ചിട്ടൊരു ചട്നി ഉണ്ടാക്കുന്നതാണ്, മധുര ചട്നി. ഇത് ബോംബെയിലൊക്കെയാണ് ഞാൻ കഴിച്ചത്, അവിടെ നിന്നാണ് കണ്ടതും. പിന്നെ അത് ഭയങ്കര ടേസ്റ്റുള്ളൊരു സംഭവമാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക എടുക്കണം. അത് നന്നായി കഴുകി ഉണക്കിയിട്ട് അതിനെ നമുക്ക് ആവിയിൽ വെച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു മധുരമുള്ളൊരു ചട്നിയാണ് ഇത്, നെല്ലിക്ക വെച്ചിട്ട് ചെയ്യുന്നത്. പിന്നെ ആവിയിൽ വേവിച്ചെടുക്കണം. അത് ഇവിടെ നാട്ടിൽ ഞാനത് കണ്ടിട്ടില്ല. ഇത് പിന്നെ ബോംബെയിലാണ് അത് കഴിച്ചതെന്ന്. നല്ല ടേസ്റ്റായിരുന്നു. അതിന് ശേഷം ഇപ്പോഴാണ് ഞാനത് ഉണ്ടാക്കാൻ നോക്കുന്നത്. നമുക്ക് അതിനെ ആവിയിൽ വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. 10 മിനിറ്റ് ആകുമ്പം അത് നല്ല വെന്ത് കിട്ടും. നമുക്ക് ഇതുപോലെ അതിൻ്റെ കളറൊക്കെ മാറിയിട്ട് അതിങ്ങനെ ഉണ്ടാവും, നല്ല സോഫ്റ്റായിരിക്കും. നമുക്ക് വേറെ പ്ലേറ്റിലോട്ട് മാറ്റാം. അത് തണുത്ത് കിട്ടണം. തണുത്ത് അതിൻ്റെ ചൂടൊക്കെ മാറി വെള്ളം ഉണ്ടാവുമല്ലോ ആവിയിൽ, ആ വെള്ളമൊക്കെ മാറണം. അതുവരെ നമുക്ക് തണിയാൻ വേണ്ടിയിട്ട് തണുക്കാൻ വേണ്ടി വെക്കാം. നല്ല സോഫ്റ്റാണ്. ഇതിന് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യാം. ഇത് ആവിയിൽ വെന്തത് കാരണം പെട്ടെന്ന് കിട്ടും. ഇതിനകത്തുള്ള കുരു മാറ്റണം. ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ മതി. ഇത് പെട്ടെന്ന് ആയിക്കോളും. അതിൻ്റെ കുരു ഇങ്ങനെ എടുത്ത് മാറ്റാം നമുക്ക്. ഇത്രയും ഇങ്ങനെ അതിൽ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ചെയ്ത് ഇതുപോലെ ആയിക്കിട്ടും നമുക്ക്. നല്ല ഇതുപോലെ ചെയ്യണം. എന്നിട്ട് നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് ഇതിന് നല്ലത്. അലുമിനിയം എടുക്കരുത്, ഇരുമ്പോ അലുമിനിയോ എടുക്കാൻ പാടില്ല. സ്റ്റീലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കോ. ആ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ നെല്ലിക്ക നമുക്ക് ഇതിലോട്ട് ഇടാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നെയ്യിൽ നന്നായിട്ട് നെല്ലിക്ക നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് ശർക്കരയാണ് ഇടേണ്ടത്. നല്ല കറുത്ത ശർക്കരയാണ്. ഒരു 250-300 ഗ്രാം അത്രയും അളവെടുക്കാം. മധുരം കൂടുതൽ വേണ്ടവർക്ക് മധുരം കുറച്ചും കൂടി എടുക്കാം. ശർക്കരയും കൂടി ഇട്ടതിന് ശേഷം വീണ്ടും നമുക്കിങ്ങനെ ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ചുകൊണ്ട് വേവിക്കാം. ഇതുപോലെ ഇങ്ങനെ ശർക്കരയുടെ വെള്ളം ഇളകി വരും. കണ്ടോ? നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഉപ്പ്, പിന്നെ വലിയ ജീരകം, ഏലക്ക എന്നിവ ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ മുളക് പൊടിയും ഉപ്പും എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം, നന്നായിട്ട് പിടിക്കുന്നത് വരെ ഒന്ന്. ഇതിലേക്കിപ്പോൾ ഗരം മസാലയാണ് ഇട്ടത്. അതും കൂടി ഇട്ടതിന് ശേഷം ജിഞ്ചർ പൗഡർ. അതില്ലെങ്കിൽ നമുക്ക് ഇഞ്ചി തന്നെ പച്ചക്ക് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് കൂടി ചേർത്താലും മതി. അതും കൂടി ഇതാണ് ഉണക്ക ഇഞ്ചി പൗഡർ, ചുക്ക് പൗഡർ എന്ന് പറയും. അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലിട്ട് മറ്റേ ശർക്കരയുടെ വെള്ളമൊക്കെ വറ്റിയിട്ട് കാണുന്നില്ലേ, ഇതുപോലെ വരും. പാത്രത്തിൽ നിന്ന് ഇങ്ങനെ ഇളകി വരുന്നു. ശർക്കരയുടെ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വരണം. ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ ഇളകി വരുന്ന സംഭവം കാണുന്നില്ലേ, ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ളൊരു രൂപം. ഇത് പാകമായി എന്നാണ് ഇതിൻ്റെ അർത്ഥം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് കഴിഞ്ഞ് പാത്രത്തിലിട്ട് മാറ്റുമ്പോൾ ഇങ്ങനെ കോരി ഇടുമ്പോൾ കാണുന്നില്ല, ഇളകി വീഴുന്ന കാണുന്നില്ല. ഇതാണ് ഇതിൻ്റെ പരുവം. ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ഇളകി വീഴണം, ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ. നല്ലൊരു മധുരവും പുളിയും എരിവും എല്ലാം കൂടി ചേർന്ന നല്ലൊരു ചട്നിയാണ് ഇത്. നല്ല ടേസ്റ്റാണ്. പിന്നെ അവിടെ ബോംബെയിലൊക്കെ ഇങ്ങനെ ദാൽ ചാവൽ അതിൻ്റെ കൂടെയാണ് ഇത് ചട്നി കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇത് നമുക്കൊരു ജാറിലോട്ട് മാറ്റണം.
നല്ല തണുത്തതിന് ശേഷം അതാ നല്ല ജാറിലോട്ട് നമുക്ക് മാറ്റാം. ഇത് 1 മാസത്തോളമൊക്കെ എടുത്ത് വെക്കാം, ഒന്നും സംഭവിക്കില്ല. നല്ല ഉണക്ക്, വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. അതാ അങ്ങനെ നമുക്കിതാ ഒരു കുപ്പി ഫുള്ളായി. നല്ല ടേസ്റ്റുള്ള നല്ല കട്ടാ മിട്ട ചട്നി റെഡി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ലൊരു ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.